100% തോൽവിയുള്ള കണിമംഗലം മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾ ഇല്ലാത്തതിനാൽ അടച്ചുപൂട്ടാൻ ഒരുങ്ങുന്നു. നിലവിൽ HOD വിരമിച്ച സാഹചര്യത്തിൽ താൽക്കാലികമായി ഒരു പുതിയ HOD. ഹലോ, കണിമംഗലം മെഡിക്കൽ കോളേജ് അല്ലേ? ആണെങ്കിൽ ഞാൻ വിനയ് ചന്ദ്രൻ, കോളേജിൽ പുതുതായി ചാർജ് എടുക്കാൻ വന്ന HOD. 10 മണിക്ക് എന്നെ കൂട്ടാൻ ആള് വരുമെന്ന് അറിയിച്ചിരുന്നു. ഇതേവരെ ആരെയും കണ്ടില്ല. അയ്യോ സാറേ, ഞാനിതാ വന്നു. ഏതായാലും വന്ന സ്ഥിതിക്ക് ഇപ്പൊ തന്നെ ക്ലാസ്സിന് തുടങ്ങിയാലോ? ഐ വാണ്ട് ടു മീറ്റ് ഓൾ ദ സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ് ഇമ്മീഡിയറ്റ്ലി. പിള്ളേരിപ്പോ മിസ്റ്റർ ജോസഫ് അലക്സ്, താങ്കൾ കോഴിക്കോട് കളക്ടർ ആയിരുന്നില്ല, ഇപ്പൊ എന്തോ പറ്റി MBBS പഠിക്കാൻ? വളരെ വൈകിയാണെങ്കിലും ആ സത്യം ഞാൻ തിരിച്ചറിഞ്ഞു. യെസ്, ഐ ഹാവ് എൻ എക്സ്ട്രാ ബോൺ. ഒരു എല്ല് കൂടുതലാണ് എനിക്ക്. അത് കാണിക്കാൻ ഇവിടുത്തെ ഓർത്തോയിൽ വന്നപ്പോ തോന്നിയൊരു കൗതുകം, ആൻ ഇൻഫാക്ച്വേഷൻ, ചിത്തഭ്രമം. അന്ന് തീരുമാനിച്ചതാണ് ഒരു ഡോക്ടറായേ അടങ്ങുവെന്ന്. പിന്നെ എന്തു പറ്റി ഇത്രയും വർഷം? തോറ്റു, ഒന്നല്ല പല തവണ. തോൽവികൾ ഏറ്റുവാങ്ങാൻ ജോസഫിന്റെ ജീവിതം പിന്നെയും ബാക്കി അല്ലേ? വിൽ യു പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ് സാർ? താൻ ആരോടാ സംസാരിക്കുന്നതെന്ന് അറിയോ? യെസ് സാർ, വിത്ത് ഓൾ റെസ്പെക്ട്. സാർ ഇത്രയും നേരം പറഞ്ഞല്ലോ MBBS എന്ന്. ആ 4 അക്ഷരങ്ങളുടെ അർത്ഥം എന്താണെന്നറിയോ തനിക്ക്? അതറിയണമെങ്കിൽ ആദ്യം മെഡിസിൻ എന്താണെന്ന് താൻ അറിയാം. അക്ഷരങ്ങൾ അച്ചടിച്ചു കൂട്ടിയ കണ്ണിംഗ്ഹാമിന്റെ താളുകളിൽ നിന്ന് താൻ പഠിച്ച MBBS അല്ല അനുഭവങ്ങളുടെ MBBS. ഒരു കോട്ടിന് മറുകോട്ടില്ലാത്ത പട്ടിണി പാവങ്ങളുടെ MBBS. ഡിസക്ഷൻ ഹാളിലെ ഫോർസെപ്സിന് മൂർച്ച കൂടിപ്പോയതിന് പിള്ളേരെ അറ്റൻഡൻസ് തരാതെ കഷ്ടപ്പെടുത്തുന്ന HOD-മാരുടെ MBBS അല്ല. ഒരു പരീക്ഷയെങ്കിലും പാസ്സാകാൻ വേണ്ടി PGകളുടെ കാല് പിടിക്കേണ്ടി വരുന്ന കുട്ടികളുടെ MBBS എന്ന കോഴ്സിന്റെ സോൾ, ആത്മാവ്. ഉക്രൈൻ മെഡിക്കൽ കോളേജിൽ നിന്ന് കള്ള ഡിഗ്രി വാങ്ങി വരുന്ന തന്നെ പോലുള്ള സ്നോബുകൾക്ക് ആ ആത്മാവിനെ തൊട്ടറിയാനുള്ള ഇന്റേണൽസ് ഉണ്ടാകും, എക്സ്റ്റേണൽസ് ഉണ്ടാകും, മിനിമം അറ്റൻഡൻസ് എങ്കിലും ഉണ്ടാകും. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. എന്തുവാണേ ഇതിനകത്ത് വട്ടം വിളിച്ചോതിയില്ലേ? ഗുഡ് മോർണിംഗ് സാറേ. ഇന്ന് പണ്ടാര HOD ചാർജ് എടുക്കുന്ന ദിവസമല്ലേ? നമുക്ക് ആ ക്ലാസ് ഒക്കെ തുടങ്ങിയേക്കാം. കിട്ടുണ്ട്. നീ ആ കടാവറിന്റെ സൈഡിലെ ബോഷ് സ്പിരിറ്റ് കളഞ്ഞിട്ട് പുതിയതൊന്ന് മേടിച്ചോണ്ട് വാ. കടാ, നീ പോയി ആ ബോഡിയിൽ ആവശ്യമില്ലാത്ത ഗർവൊക്കെ പോയി പറച്ച് കളയണേ. നീ എങ്ങോട്ട് പോണ? അല്ല, നെറു പറിക്കാൻ. നീ ഗർവ് പറക്കണ്ട. നീ എങ്ങോട്ട് വരുന്നത്? അല്ല, നെർവ് പറക്കണ്ടെന്ന് പറഞ്ഞിട്ട് നിന്നോടല്ലേ ഗർവ് പറക്കാൻ പറഞ്ഞത്? പോയി പറയണേ. അല്ല സാറേ, ഈ ആവശ്യമുള്ള നെർവും ആവശ്യമില്ലാത്ത നെർവും ഞാൻ എങ്ങനെ തിരിച്ചറിയും? നീ പറക്കുന്നതൊക്കെ ആവശ്യമില്ലാത്ത നെർവായിരിക്കും. പോയി പറയും. സാറേ, സ്റ്റോറിലെ സ്പിരിറ്റ് മുഴുവൻ ആരോ കുടിച്ചു വറ്റിച്ചിരിക്കുന്നു. ഒരു തുള്ളി പോലും ബാക്കിയില്ല. ഏതവരാണ് അത് ചെയ്തത്? എന്തായാലും നീ ആ വൃത്തികെട്ട സ്പിരിറ്റ് എടുത്ത് കളഞ്ഞിട്ട് വല്ല ചാരായമോ പച്ചവെള്ളം എടുത്തോണ്ട് പോണേ. HOD വരുന്നത് കണ്ട് ഞാനാ ഒഴിച്ചത്. HOD വരുന്നത് കണ്ട് ഞാനാ ഒഴിച്ചേ. ഓ, എന്റെ മുന്തിരി കള്ള ആരാ സാറേ ഇവനെ കുടിപ്പിച്ച് കിടത്തിയത്? എടോ, അത് കടാവറാണ്. എന്തായാലും കൊള്ളാം. ഏതാ ഇവനടിച്ച ബ്രാൻഡ്? പിന്നെന്താണ് കുടിച്ചത്? ഓബിയാറല്ല. ഒരു ക്ലൂ തരൂ. ടസ്കർ. ആ HOD ഇപ്പോ കയറി വരും. ഇയാളെ പിടിച്ചൊക്കെ പുറത്താക്കിയേ. ധാരാ ആവശ്യമുള്ള നെർവൊക്കെ എടുത്ത് കാണിച്ചേ. ജസ്റ്റ് മിനിറ്റ് സാർ. ഒരു ഗർവ് കാണിക്കാൻ പറഞ്ഞതിന് എന്തിനാണോ കടാവർ മൊത്തം ഇട്ടിങ്ങനെ കുളിക്കുന്നത്? അത് പോട്ടെ, വൈദ്യശാസ്ത്രത്തിൽ ശെൽവപുരി എന്താണോ പറഞ്ഞിട്ടുള്ളത്? അത് എന്ത് വൈദ്യശാസ്ത്രം? ഏത് ശെൽവപുരി അല്ലാടേ? മംഗലശീലെ ഡിസക്ഷബിൾ പ്രതി അംഗം മുഴുവൻ തുടക്ക വേണ്ട. കള്ളവിരൽ, ചൂട്ടുവിരൽ, വിശേഷാൽ നടുവിരൽ ഇവ താൻ വേണം ഡിസക്ഷൻ ഉളവാക്കാൻ. മാറി, ഞാൻ കാണിച്ചു തരാം. Good morning. What is happening here? Welcome to college. Nice to meet you. What is this, I say? This is a cadaver. What the hell are you doing here? We are doing a cadaver. Take the automobiles.
ജോസഫേ, സാറിന്റെ അനാട്ടമി അറിയില്ലെന്ന് തോന്നുന്നു. എന്റെ അനാട്ടമി കറക്റ്റ് അല്ലേ? കറക്റ്റാ സാറേ, തട്ടിക്കോ. ദിസ് കടാവർ നർസ് ഔട്ട് കംപ്ലീറ്റ്ലി. ഇത്രയും വിഡ്ഢികളായ പ്രൊഫസേഴ്സിനെ ഞാൻ സൗത്ത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. ജോസഫേ, സാറിന്റെ അനാട്ടമി അറിയാം. ഓക്കെ, ഷോ മീ ദ സ്ട്രക്ചേഴ്സ്. ആവശ്യമില്ലാത്ത നർവ്സ് എല്ലാം കട്ട് ചെയ്തേക്ക്. ഇതുകൊണ്ടിപ്പോ വല്ല ക്യൂട്ടേരിയസ് നെർവിന്റെ കൊമ്പ അടിക്കാടോ വെട്ടാ കൊള്ള തീരെ മൂർച്ചയില്ല. നല്ല മൂർച്ചയാണ് സാറേ, വെട്ടിക്കോ. എന്താ, ഞാൻ പോയി അടിക്കാട് വെട്ടി വെച്ച് വരാം. കഴിഞ്ഞു, എല്ലാവരും കഴിഞ്ഞു. സന്തോഷമായല്ലോ. ഐ ഫീൽ ലൈക്ക് എ പപ്പറ്റ്. ഇവരെയൊക്കെ ചൂണ്ടിക്കാണിച്ചു തന്നാൽ മാത്രം പോരാ. ഇവരൊക്കെ എനിക്കാരാണെന്നും ഇവർ എങ്ങനെ തോറ്റുവെന്നും ഇവരെ എങ്ങനെ പാസ്സാക്കാമെന്നും എനിക്ക് പറഞ്ഞു തരണം. അതൊന്നും അത്ര എളുപ്പമല്ല എന്റെ സാറേ. ഈ യൂണിവേഴ്സിറ്റി എക്സാം എന്നൊക്കെ പറഞ്ഞ കോടികളുടെ കളിയാ, കോടികളുടെ കളി. കാശിനെ കുറിച്ച് ഓർത്ത് പേടിക്കണ്ട. ഞാൻ വിളിച്ചാൽ അവൻ വരും. ലോകത്തിന്റെ ഏത് ധാരാവിൽ നിന്നാണെങ്കിലും. ആരാ? ചെവി കേക്കില്ലേ? ആരാന്ന? ഞാൻ ഒരു ഔട്ട് പേഷ്യന്റ്. ഇവിടെ പോർട്ടിക്കോയിൽ എന്താ കാര്യം? ഇത് പൊതുവഴിയല്ല. ഇതെന്താ ഇത്? ഹോസ്പിറ്റലിലെ PG നേരിട്ട് പ്രത്യക്ഷപ്പെട്ടു. അതെ, അല്ലാന്ന് തോന്നാൻ മാഷ്ക്ക് PG നേരിട്ട് കിട്ടിയ പരിചയമൊന്നുമില്ലല്ലോ. സത്യം. ആ ഒടിഞ്ഞു തൂങ്ങിയ സ്റ്റെപ്പ്, വെള്ളം കാണാത്ത കോട്ട്, വാക്കിലും നടപ്പിലും കാണപ്പെടുന്ന ഒടുക്കത്തെ ചട എന്നൊക്കെ പറയണെങ്കിലേ വല്ല ബോണ്ടലും ആയിരിക്കണം കാണുന്നത്. ഇത് കണ്ടറിഞ്ഞൂടെ? 5-8 കൊല്ലം അഡീഷണൽ ആയി അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന കോളേജിലെ അടിച്ചേലക്കാരിയാ. എസ്കലേപ്പീസിന് മുല്ലായതുകൊണ്ട് ഇതിനുള്ള മറുപടി ശോശാമ്മ പറയുന്നില്ല. യൂണിവേഴ്സിറ്റി ടോപ്പറാടോ മാഷേ. അതാരാടോ ടീച്ചറെ? ഞാൻ അറിയാത്ത ഒരു യൂണിവേഴ്സിറ്റി ടോപ്പർ. ഈ ഞാൻ ആരാണാവോ? മുതലാളി, കണിമംഗലം കോളേജിന്റെ ജഗന്നാഥൻ. ജഗ, പറയടാ, എന്താണ് ഞാൻ നിനക്ക് വേണ്ടി ചെയ്യേണ്ടത്? എനിക്ക് കണിമംഗലത്തുകാർക്ക് ആ പഴയ കോളേജ് തിരിച്ചു കൊടുക്കണം. എല്ലാവരെയും പരീക്ഷ ജയിപ്പിക്കണം. അതിന് നീ എന്റെ കൂടെ വേണം. 450 കോടിയുടെ ആസ്തിയുണ്ട് നിന്റെ സുഹൃത്ത് ജഗന്. നിനക്ക് വേണ്ടത് അതിൽ കൂടുതലാണെങ്കിൽ മാത്രം നീ എനിക്ക് കുറച്ച് സമയം തരണം. 450 കോടിക്ക് കുഹാസ് മൊത്തം കിട്ടും. എനിക്ക് ഈ കോളേജ് മാത്രം മതി. തടസ്സങ്ങൾ കൂടാതെ ഇന്റേണൽ എക്സാംസ് നടന്നു. വിനയേന്ദ്രൻ മാഷും കുട്ടികളും യൂണിവേഴ്സിറ്റി എക്സാമിന്റെ ചൂടിലേക്ക്. ഞാൻ പാസ്സാകുമോ സാർ? നിങ്ങളൊരു ഡോക്ടർ ആവണമെന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതായിരിക്കും. ഒരു നല്ല ഡോക്ടറാകാൻ ഒരാൾക്ക് വേണ്ടത് നല്ല നിരീക്ഷണ ബോധമാണ്. എക്സാമിനേഷൻ ഹാളിൽ ചുറ്റുമുള്ളവരെ കാണാനും അവരുടെ ആൻസർ പേപ്പർ പഠിക്കാനും അതിൽ നിന്നും നമുക്ക് വേണ്ടത് മാത്രം നമ്മുടെ പേപ്പറിലേക്ക് പകർത്താനുമുള്ള ഒരു കഴിവ്. അതാണ് ഒരു നല്ല ഡോക്ടർക്ക് ഏറ്റവും വേണ്ടത്. സാറേ, എന്താ കിട്ടുണ്ണി? സാറേ, എനിക്കും ഈ വർഷം എക്സാം എഴുതണം. അതിന് കിട്ടുണ്ണി MBBS പഠിച്ചിട്ടുണ്ടോ? സാർ എന്താ എന്നെ പറ്റി വിചാരിച്ചേ? ഞാൻ പഴയ അഡീഷണൽ ബാച്ച്. ഓക്കെ കിട്ടുണ്ണി, ഇത്തവണ നമുക്ക് എല്ലാം ശരിയാക്കാം. ഇത് ഓൾ ടിക്കറ്റ്. അങ്ങനെ കിട്ടുണ്ണി അടക്കം എല്ലാവരും പരീക്ഷ എഴുതി. യൂണിവേഴ്സിറ്റി എക്സാം എന്ന പേമാരി പെയ്തിറങ്ങി. കിട്ടുണ്ണി ഇപ്പോഴും കോമായിൽ നിന്ന് റിക്കവറി ആയിട്ടില്ല. കിട്ടുണ്ണിയെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ ശ്രമിച്ചതായി എക്സ്റേയിൽ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. ഇതൊരു ന്യൂ ജനറേഷൻ ക്രൈമാണ്. അതുകൊണ്ട് അന്വേഷണവും ന്യൂ ജനറേഷൻ തന്നെയായിരിക്കണം. ലുക്ക്, നിങ്ങൾ ഈ കാൽപ്പാടുകൾ ശ്രദ്ധിച്ചു. ഇതിൽ ഇടത്തേക്കാൽ വലതുഭാഗത്തും വലത്തേക്കാൽ ഇടതുഭാഗത്തുമായിട്ടാണ്. ഇഫ് മൈ അസംപ്ഷൻസ് ആർ റൈറ്റ്, ഹിയർ വി ആർ ഡീലിംഗ് വിത്ത് സംതിങ് സൂപ്പർ നാച്ചുറൽ, maybe extraterrestrial. I mean media jingoism. ബട്ട് സർ, ഈ കാൽപ്പാടുകൾ ഞാൻ എവിടെയോ നമസ്കാരം. സംതിങ് സൂപ്പർ നാച്ചുറൽ, എക്സ്ട്രാ ടെറസ്ട്രിയൽ, ഈട്ടി, പാമ്പ്, നമ്മുടെ സ്വന്തം പാമ്പ് അല്ലടാ. അയ്യോ, അത് പാടി. നീ പോയി ആ ചൂലെടുത്തോണ്ട് വാ. നിങ്ങൾ ഈ കാൽപ്പാട് മാത്രം ഒന്ന് ശ്രദ്ധിക്കൂ. യെസ്, ഐ ആം ഡാം ഷുവർ ഇത് നമ്മൾ തരുന്ന ആ ക്രിമിനലിന്റെ കാൽപ്പാടുകളാണ്. ഇതിൽ വലതുകാലിന്റെ പാട് ഇടതുകാലിനെ അപേക്ഷിച്ച് 1.5 ഇഞ്ചോളം ആഴത്തിൽ പതിഞ്ഞിരിക്കുന്നു. ദാറ്റ് മീൻസ് ഇയാൾ വലതുകാലിന് കൂടുതൽ ശക്തി കൊടുത്ത് നടക്കുന്ന ഒരാളാണ്.
എന്തോ ഒരു പ്രശ്നമുള്ള ആൾ. അതായത് ഒരു മുടന്തോ അല്ലെങ്കിൽ ഒരു ചെരിവോ മറ്റോ. മിസ്റ്റർ ജഗന്നാഥൻ, യു ആർ അണ്ടർ അറസ്റ്റ്. ഞാനല്ല എല്ലാ കാൽപ്പാടുകളും നിങ്ങൾക്കെതിരാണ്. മര്യാദയ്ക്ക് സത്യം പറയണം. എന്തിന്? ആർക്കും? ആ ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ പറയാം സാർ. ഇന്നലെ രാത്രി ഒരു 10:10 കാണും ജഗൻ എന്റെ ഓഫീസിൽ നിന്ന് പഴയ ബുക്സ് ഒക്കെ എടുത്തു വെക്കുന്ന സമയം. അയ്യോ ഡോ കിട്ടണേ. ഡോ താൻ എവിടെയാണോ? ഇവിടെ ആരുമില്ലേ? എന്റെ കണ്ണിലൊന്ന് ഊതിത്താണോ? ഡോ താൻ എവിടെയാ? ആരാ ഈ കഥക് തുറന്നിട്ടത്? എന്റെ അമ്മേ, ഞാൻ എന്തായി കാണണേ? ഈ മാഷ ആള് കൊള്ളാലോ വീഡിയൻ. അയ്യേ ഡോക്ടറേ, വാതില് തുറന്ന് തന്നെ കിടക്കണം. അയ്യേ, ആരായി കഥ കിടച്ചത്? ആരായി വൃത്തികേട് കിടച്ചത്? അയ്യേ, വൃത്തികേട് ആരും കാണാതിരിക്കാനല്ലേ ഞാൻ കഥ കിടച്ചത്. അയ്യടാ കിട്ടുണി, ഐ കൻ എക്സ്പ്ലെയിൻ. മുന്നിൽ കണ്ട കാര്യത്തിന് എക്സ്പ്ലനേഷൻ വേണ്ടാലോ സാറേ. കിട്ടുണി, നീ വിചാരിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ. ഇതുപോലെയൊന്നും മനസ്സിൽ കണ്ടല്ല താൻ എനിക്ക് ഹോൾ ടിക്കറ്റ് വെച്ച് നീട്ടിയെന്ന് ആര് കണ്ടു? കിട്ടുണി, ദാറ്റ്സ് ദ ലിമിറ്റ്. ഒരു HOD പിള്ളേരോട് കാണിക്കുന്ന അമിത സ്നേഹത്തിന്റെ യഥാർത്ഥ കാരണം അറിഞ്ഞാൽ എന്തു ചെയ്യണം ഈ കോളേജ് കാര്യസ്ഥൻ? അതിനുണ്ടാവല്ലോ യൂണിവേഴ്സിറ്റിയില് ചില പ്രോട്ടോകോളൊക്കെ. എന്തേ ഉണ്ടാവില്ലേ? ഓ, ഇതങ്ങ് പോണില്ല. വിനയ, പോയി തടയവനെ. ഇങ്ങനെ അവൻ പോയി പറഞ്ഞ നിന്റെ ജീവിതം കോളേജിൽ നീ എങ്ങനെ ജീവിക്കും? കുട്ടികളുടെ മുഖത്ത് താൻ എങ്ങനെ നോക്കും? ദ ഗേ HOD. ഡു സംതിങ് വിനയ, ഡു സംതിങ്. Go lock him in his office. കിട്ടുണ്ണിയേട്ടാ, കാമധേനു അടിച്ചു. കുഹാസ് MBBS റിസൾട്ട്. വായിക്കട്ടെ കിട്ടുണ്ണിയേട്ടാ. 1ാം റാങ്കിന് 500 ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞ ഒരു ട്രോഫിയും പ്രശസ്തി പലകയും. അതൊക്കെ കുറെ കേട്ടിട്ടുണ്ട്. നീ വായിക്ക്. ഫസ്റ്റ് റാങ്ക് റോൾ നമ്പർ 770. ഇതുവരെ ശരിയാണ് കിട്ടുന്നേട്ടാ? ഇതുവരെ വളരെ ശരി. 4 3 1 ആ കിട്ടുണ്ണിയേട്ടാ, എല്ലാവരും പാസ്സായി. മധുരം കഴിക്ക്. ദാ ഇന്ന് 1ാം റാങ്ക് കിട്ടിയ ദിവസമല്ലേ കൊച്ചു കള്ള. ഞാൻ ഒരിക്കലും ഒരു നല്ല MBBS സ്റ്റുഡന്റ് അല്ല. ഒരു MBBS സ്റ്റുഡന്റ് എങ്ങനെയായിരിക്കണമെന്നും എനിക്ക് വലിയ നിശ്ചയമില്ല. മറ്റുള്ളവരുടെ കോളേജിൽ പോകുമ്പോ വില കൂട്ടിത്തരുന്ന ഒരു പ്രീമിയം സ്റ്റാറ്റസ് സിമ്പൽ, അതിന്റെ അപ്പുറത്തേക്കൊന്നും ഞാൻ ഈ കോഴ്സിനെ കണ്ടിട്ടില്ല. ഇന്നിപ്പോ കുഹാസിന്റെ ഏറ്റവും മികച്ച MBBS സ്റ്റുഡന്റിനുള്ള കപ്പും മേടിച്ച് ഇവിടെ എങ്ങനെ നിൽക്കുമ്പോ എനിക്കറിയാം എന്നെ പോലൊരു ബിലോ ആവറേജ് സ്റ്റുഡന്റിന് ഇതൊട്ടും അർഹിക്കുന്നില്ലെന്ന്. ഇത് അവൻ അവകാശപ്പെട്ടതാണ്. വിനേന്ദ്രൻ, ടീച്ചർ, ബ്രദർ, മൈ ഡിയർ ഫ്രണ്ട്, പ്ലീസ് കം ടു ദ സ്റ്റേജ്. എവിടെ വിനേന്ദ്രൻ മാഷ്? എവിടെ? നമ്മൾ ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യണം. സാറിന് കൊടുക്കുക ഈ ലഡു. എവിടെ സാറ്? വിളിച്ചോണ്ട് വാ. എന്റെ ഈശ്വര, TV ചാനലുകാരായിരിക്കുമല്ലേ റാങ്ക് ഒക്കെ മേടിച്ചോണ്ട്. ഹലോ, കണിമംഗലം കോളേജ് അല്ലേ? അതേലോ, യൂണിവേഴ്സിറ്റി ടോപ്പർ കിട്ടുണ്ണി. അതെ, അവിടെ പുതിയതായിട്ട് ചാർജ് എടുക്കാൻ വരുന്ന അനാട്ടമി HOD വിനയേന്ദ്രൻ മാഷ് എന്നങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. 10 മണിക്ക് തന്നെ സാറിനെ ഒന്ന് പോയി കൂട്ടിക്കൊണ്ടുവരണം. ഓക്കെ, ശരി. അപ്പൊ ഇവിടെയുള്ള വിനേന്ദ്രൻ മാഷോ?
കണ്ണലിൽ വർഷം പകർന്നു ശാന